എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ 20 വയസ്സുള്ള രണ്ടാം വർഷം മലയാള ബിരുദ വിദ്യാർത്ഥിനിയായിട്ടുള്ള മീരയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മീരയുടെ കുറച്ച് പ്രശ്നങ്ങളും നമ്മൾ കേട്ടിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മീരയുടെ ഈ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് സൈക്കോളജിക്കലി ഒരു പരിഹാരം അതിന് കണ്ടെത്തി കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഒരു ഇന്റർവെൻഷൻ പ്ലാൻ, മീരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ പ്ലാൻ ആണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് മീരയ്ക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ ഒരു ഇന്റർവെൻഷൻ പ്ലാൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മീരയുടെ ഇന്റർവെൻഷൻ പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ട ആദ്യത്തെ സംഗതി എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് ആണ്. ഓക്കെ, നമ്മൾ കണ്ടിരുന്നു മീരയ്ക്ക് ഒരുപാട് നെഗറ്റീവ് സെൽഫ് ടോക്കുകൾ, നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സുകൾ, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്, മൈൻഡ് റീഡിങ്, അല്ലെങ്കിൽ ഓൾ ഓർ നത്തിങ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ നിന്നൊക്കെ മീരയെ ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് മീരയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതായത് മീരയുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ മീരയെ കേപ്പബിൾ ആക്കുക. അതുവഴി കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് റീപ്ലേസ് ചെയ്യുക. ആ സ്ഥാനത്ത് പോസിറ്റീവ് ആയിട്ടുള്ള, റിയലിസ്റ്റിക് ആയിട്ടുള്ള തോട്ട്സ് റീപ്ലേസ് ചെയ്യാനായിട്ട് മീരയെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഇതാണ് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. CBT ടെക്നിക്സ് ആണ്. ഓക്കെ, മറ്റൊന്ന് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മീരയുടെ ഇന്റർവെൻഷൻ പ്ലാനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന മറ്റൊന്നാണ് സ്ട്രെസ് മാനേജ്മെന്റ്. മീരയ്ക്ക് വളരെയധികം ഒരു ക്രോണിക് സ്ട്രെസ് ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഓക്കെ, സ്ട്രെസ് മാനേജ്മെന്റിൽ നമുക്ക് മീരയ്ക്ക് കുറച്ച് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സയൻസ് ബാക്കപ്പ് ഉള്ള, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്സുകൾ മീരയെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസസ്, ഓക്കെ, അതേപോലെ തന്നെ ഗൈഡഡ് റിലാക്സേഷൻ ടെക്നിക്, ഇതൊക്കെ നമുക്ക് മീരയെ ട്രെയിൻ ചെയ്യിപ്പിച്ച് മീരയുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാക്കാനായിട്ട് മീരയെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മറ്റൊന്ന് നമുക്ക് ഉൾപ്പെടുത്തേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ബിഹേവിയറൽ ആക്ടിവേഷൻ ആണ്. ഓക്കെ, ബിഹേവിയറൽ ആക്ടിവേഷനിൽ നമുക്ക് ഇവിടെ മീരയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീരയ്ക്ക് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി ഷെഡ്യൂൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് ആ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി ഷെഡ്യൂൾ മീരയെ ഫോളോ ചെയ്യാനായിട്ട് മീരയെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ മറ്റൊന്നാണ് ഒരു സ്ലീപ്പ് ഹൈജീൻ കൊണ്ടുവരിക എന്നുള്ളത്. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഉറങ്ങുന്നതിന് 1 hour മുന്നേ തന്നെ സ്ക്രീൻ ടൈം ഒന്നും പാടില്ല, സ്ക്രീൻ എക്സ്പോഷർ പാടില്ല, ഒരു ഫിക്സഡ് ബെഡ് ടൈം കീപ്പ് ചെയ്യുക. അതായത് എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടക്കുക, ഒരേ സമയത്ത് എഴുന്നേൽക്കുക. പിന്നെ ഒരു 5 or 6 hours മുന്നേ തന്നെ ഈ ചായ, കോഫി ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും കഴിക്കാനായിട്ട് പാടില്ല. എപ്പോഴും രാത്രിയിൽ ലൈറ്റ് ഫുഡ് വേണം കഴിക്കാനായിട്ട്. പിന്നെ അവനവൻ്റെ ഉറക്കത്തിന് സഹായകരമാകുന്ന രീതിയിൽ ബെഡ് സെറ്റ് ചെയ്യുക. ചിലർക്ക് ഡിം ലൈറ്റ് വേണം, ചിലർക്ക് ഒട്ടും ലൈറ്റ് പാടില്ല, ചിലർക്ക് ലൈറ്റ് വേണം. അതനുസരിച്ച് വേണം റൂം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അതേപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്ക് പ്രാക്ടീസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സ്ലീപ്പ് ഹൈജീനിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്ലീപ്പ് ഹൈജീൻ നമുക്ക് കാരണം മീരയ്ക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് എല്ലാം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സ്ലീപ്പ് ഹൈജീൻ നമുക്ക് മീരയുടെ ഇന്റർവെൻഷൻ പ്ലാനിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ആൻഡ് പിന്നെ നമുക്ക് വേണ്ട ഒരു സംഗതിയാണ് ഇതെല്ലാം കൊടുക്കുന്നതോടൊപ്പം ഇതൊക്കെ എന്താ പറയുക, നമ്മളിങ്ങനെ 1 by 1 ആയിട്ട് പറഞ്ഞു. ഇതൊക്കെ കൊടുക്കുന്നതോടൊപ്പം തന്നെ വേണ്ട ഒരു സംഗതിയാണ് സപ്പോർട്ടീവായിട്ട് കൗൺസിലിംഗ് സെഷൻസ് നമ്മൾ കൊടുക്കേണ്ടതാണ്. കൗൺസിലിംഗ് സെഷൻസിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടിന് അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ അക്കാഡമിക്സിനപ്പുറത്തേക്ക് മീരയുടെ സെൽഫ് വർത്തിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മീരയെ ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, മീരയുടെ സെൽഫ് വർത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ഈ അക്കാഡമിക്സുമായിട്ട് മാത്രം ചുറ്റിപ്പറ്റി ഇങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന ഒന്നായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ അക്കാഡമിക്സിനപ്പുറത്തേക്ക്, ബിയോണ്ട് അക്കാഡമിക്സ്, ആ ഒരു സെൽഫ് വർത്തിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് മീരയെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക, ഗൈഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ മീരയുടെ സെൽഫ് എസ്റ്റീം റീബിൽഡ് ചെയ്യാനായി, സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കാവുന്നതാണ്. ബിഹേവിയറൽ ആക്ടിവേഷനകത്ത് മറ്റൊരു കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ ഞാൻ വിട്ടുപോയതാണ്. ബിഹേവിയറൽ ആക്ടിവേഷനകത്ത് സ്ട്രക്ചേർഡ് സ്റ്റഡി ഷെഡ്യൂൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ ഗ്രാജുവലി സോഷ്യൽ ഇൻട്രാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള സഹായം കൂടെ നമ്മളവിടെ
കൊടുക്കണം. കാരണം മീരയ്ക്ക് സോഷ്യൽ വിഡ്രോവൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, അത് നമുക്ക് ബിഹേവിയറൽ ആക്ടിവേഷനിലൂടെയാണ് നമുക്കത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഗതികളാണ് മീരയുടെ ഇന്റർവെൻഷൻ പ്ലാനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, പിന്നെന്താ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്, ബിഹേവിയറൽ ആക്ടിവേഷൻ, സ്ലീപ്പ് ഹൈജീൻ, സപ്പോർട്ടീവ് കൗൺസിലിംഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളിലൂടെ നമുക്ക് മീരയെ നല്ല ഉഷാറാക്കി വളരെ നല്ല അടിപൊളി പോസിറ്റീവായിട്ട് സൈക്കോളജിക്കലി എന്താ പറയുക മെന്റലി ഫിസിക്കലി എല്ലാ രീതിയിലും നല്ല ഹെൽത്തി ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. സോ ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങും സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സും ബിഹേവിയറൽ ആക്ടിവേഷനും സ്ലീപ്പ് ഹൈജീനും സപ്പോർട്ടീവ് കൗൺസിലിങ്ങും ഒക്കെ എപ്പോഴും നമ്മൾ പ്രൊഫഷണലിന്റെ ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണലിന്റെ അടുത്ത് നിന്ന് തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രൊഫഷണൽ സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്കോ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സമീപിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പങ്കിടുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കാം. ടേക്ക് കെയർ. താങ്ക് യു.